അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുരുവട്ടൂരികൾക്ക് ഇന്നലെ കാളരാത്രിയായിരുന്നു. ഒരൊറ്റൊന്നിനും ഉറക്കം വന്നില്ല എന്ന് മാത്രമല്ല, ഇന്ന് വൈകിട്ട് നടക്കുന്ന അവരുടെ പരിപാടിയിൽ വെച്ചുകൊണ്ട് അവരുടെ ഷെയ്ഖായ മൂത്ര ഷെയ്ഖിനോട് മിണ്ടിപ്പോവരുതെന്നാണ് അവരുടെ തന്നെ നിർദ്ദേശം. സാധാരണ ഷെയ്ഖ് ഇങ്ങോട്ട് നിർദ്ദേശിച്ചിട്ടാണ് ഞങ്ങൾ പറയാറുള്ളത് എന്നാണ് കുരുവട്ടൂരികൾ പറയാറ്. പക്ഷേ നേരെ തലതിരിച്ചാണ്. മൂത്ര ഷെയ്ഖ് എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. വഹാബികളെ പോലെ തന്നെ കുരുവട്ടൂരികൾക്കും ഒരു പുണ്യാഹം കിട്ടിയിട്ടുണ്ട്. ഷെയ്ഖിന്റെ മൂത്രമാണത്രേ അത്. കസ്തൂരിയുടെ വാസനയാണത്രേ ആ മൂത്രത്തിനുള്ളത്. മുരീദന്മാർക്ക് വേറൊന്നും ഷെയ്ഖിൻ്റെതായി കിട്ടിയില്ല. ആകെ കിട്ടിയതാണ് കസ്തൂരിയുടെ വാസനയുള്ള മൂത്രം. ഇരിക്കട്ടെ, ഞാൻ അതും പറഞ്ഞങ്ങ് പോയാല് നമ്മളെ വിഷയത്തിൽ നിന്ന് ഞാൻ മാറിപ്പോകുക എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. നിങ്ങളാണെങ്കിൽ തമ്പുനയില് ഇന്ന വിഷയമാണെന്ന് അറിഞ്ഞുകൊണ്ട് വന്നതാ. അത് ഞാൻ പറയാതെ പോയാല് നിങ്ങൾ നിരാശപ്പെടും. അതുകൊണ്ട് തന്നെ ഞാൻ വിഷയത്തിലേക്ക് പോകാം. ഇന്നലെ അന്താരാഷ്ട്ര മീലാദ് സമ്മേളനം നടക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ആളുകള് അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് കണ്ട് കുരുവട്ടിയ കുരുവട്ടൂരികൾ ആകെ കുരുവട്ടി ബേജാറായി നിൽക്കുമ്പോഴാണ് കബീർ ബാക്കവി അപ്പുറത്തുനിന്ന് പറയുന്നത്, മടവൂരാര പടച്ചോനാണോ എന്ന് പാട്ട് പാടിയവരും അതിനെ ന്യായീകരിക്കുന്ന കുരുവട്ടൂരികളും പുഴുക്കുത്തുകളാണ്. ആ പുഴുക്കുത്തുകൾക്കെതിരെ ജിഹാദ് നടത്തണമെന്ന് കബീർ ബാക്കവിയുടെ ആ പ്രഭാഷണം കൂടി കേട്ടതോടുകൂടി കൂനിന്മേൽ കുരു കയറിയതുപോലെയായി കുരുവട്ടൂരികൾ കുരു പൊട്ടിയൊലിക്കാൻ തുടങ്ങി. കബീർ ബാക്കവിയുടെ ആ പ്രഭാഷണം തന്നെ കേട്ടാൽ മതി. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. അതിന്റെ മുമ്പ് ഒരൊറ്റ കാര്യം കൂടി പറയട്ടെ. കുരുവട്ടൂരികൾക്ക് അന്താരാഷ്ട്ര മീലാദ് പ്രോഗ്രാം കണ്ടപ്പോ വലിയ ബസ്മായി 2 ചാനലിൽ കൂടി ഏതാണ്ട് 2 ലക്ഷത്തിനടുത്ത് ആളുകളാണ് കണ്ടോണ്ടിരിക്കുന്നത്. മൂത്ര ഷെയ്ഖിന് ഇതൊക്കെ കണ്ടിട്ട് ജിന്നളകിയും തോന്നുന്നു, പിശാച് അളകിയും തോന്നുന്നു. മൂത്ര ഷെയ്ഖിന്റെ ആ സ്വഭാവം കണ്ടിട്ടാവണം പരപ്പനങ്ങാടിയിൽ വെച്ച് പ്രഭാഷണം വേണ്ട, പ്രണയമെന്നാൽ പ്രഭാഷണമല്ല എന്നൊരു പോസ്റ്റർ അടിച്ചിറക്കിയത്. ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് എന്ന് മാത്രമല്ല, വേറൊരു സംഭവം കൂടി ഉണ്ടായി. അത് തീരെ സഹിക്കാൻ പറ്റാത്തൊരു സംഗതിയാ. ഏതാ സംഗതി എന്നറിയോ? ഷെയ്ഖുൽ മശായിഖ് എന്നൊക്കെ പറഞ്ഞാല് അത് അല്ലാഹു തആല മുഹീദ്ദീൻ ഷെയ്ഖിന് മുഹീദ്ദീൻ എന്ന പേര് വിളിച്ചതുപോലെ മൂത്ര ഷെയ്ഖായ കോമാട്ടുചാലിൽ അബ്ദുള്ളയെ അല്ലാഹു തആല വിളിച്ച പേരാണ് എന്നാണ് കുരുവട്ടൂരികളുടെ ധാരണ. അതുകൊണ്ട് തന്നെ ഉമ്മളെ ഷെയ്ഖിനെ അല്ലാതെ വേറൊരാളെയും ആരും ഷെയ്ഖ് എന്ന് വിളിച്ചുകൂടാ. അത് ഉമ്മളെ ഷെയ്ഖിന്റെ കുത്തക അവകാശമാണെന്ന കുരുവട്ടൂരികളുടെ വിചാരം. അതുകൊണ്ടാണ് കുരുവട്ടൂരികൾക്ക് കുരുവല്ലാതെ പൊട്ടിയൊലിച്ചത്. അന്താരാഷ്ട്ര മീലാദ് സമ്മേളനം യൂട്യൂബിലൂടെ കണ്ട് ഉറങ്ങാൻ വേണ്ടി പോകുന്ന സമയത്താണ് കന്യമാസത്തില് ചില ശബ്ദങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ ശബ്ദം പോലെ കുരുവട്ടൂരികളുടെ ഗ്രൂപ്പിൽ നിന്ന് കുറെ കുരുവട്ടൂരികൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത് എന്താണെന്നറിയാൻ വേണ്ടി പോയി നോക്കുമ്പോഴാണ് ഈ വീഡിയോ എനിക്ക് കിട്ടിയത്. അത് നമുക്കൊന്ന് കേട്ടു. നമ്മെ അനുഗ്രഹിച്ചു സുൽത്താനുൽ ഉലമയും ബദ്റു സാദാത്തും ഷെയ്ഖ് അബ്ദുറഹ്മാൻ പേരോടും നമ്മെ ഇൻഷാ അല്ലാഹ് ഈ വേദിയിൽ അനുഗ്രഹിച്ചു. കുരുവട്ടൂരികൾക്ക് കുരുവട്ടാനും അത് പൊട്ടി നാറി ചീഞ്ഞൊലിക്കാനും വേറെ എവിടേക്കെങ്കിലും പോണോ? അവരുടെ ബദ്ധശത്രുവായ പേടി സ്വപ്നമായ പേരോട് ഉസ്താദിനെയാണ് ഷെയ്ഖെന്ന് ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം ഉസ്താദ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ട് പൊട്ടിയൊലിക്കുമ്പോഴാണ് അപ്പുറത്തുനിന്ന് കബീർ ബാക്കവി ഉസ്താദിന്റെ പ്രഭാഷണം വരുന്നത്. അത് നമുക്കൊന്ന് കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പറഞ്ഞ ഒരു മേൽവിലാസം, സൂര്യനെ ചന്ദ്രനെ പിളർത്തി കാണിച്ചത് കൊണ്ട് ഞാൻ പടച്ചോനാണെന്നല്ല, സൂര്യഗോളങ്ങൾ മാറി നിന്നത് കൊണ്ട് ഞാൻ രക്ഷിതാവാണെന്നല്ല, നക്ഷത്രതാരകങ്ങൾ വഴി കാണിച്ചത് കൊണ്ട് ഞാൻ പടച്ചോനാണെന്നല്ല, ഈ കാണുന്ന മരുക്കളും കരുക്കളും നടന്നു പോകുന്ന വഴിയിൽ വൃക്ഷങ്ങൾ സലാം ചൊല്ലിയപ്പോ ഞാനൊരു മനുഷ്യ ദൈവമാണെന്നല്ലാണ്ട് റസൂല് പഠിപ്പിച്ചിട്ടില്ലല്ലോ. ലോകത്തൊരു മനുഷ്യന്റെ മുന്നിലും ഹബീബായ നബി തങ്ങൾ പറഞ്ഞ മേൽവിലാസം ഞാൻ പടച്ചോനാണെന്നോ ഞാനൊരു മനുഷ്യ ദൈവമാണെന്നോ അല്ല. ഇനിയാണ് നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട അഭിനവകാല സമൂഹത്തോട് മടവൂരാര പടച്ചോനാണോ ചോദിച്ചവരോട് ഈ ചൊല്ല്. അതേ അതേ അതേ
മടവൂരാണ് ഞങ്ങളുടെ പടച്ചോൻ അറിഞ്ഞോളൂ എന്ന് പാടി നടക്കുന്നവരോട് എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച രീതിയാണോ ഇത്? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളുടെ പേര് പറഞ്ഞ് അതിന്റെ ഇടകളിലൂടെ വ്യാജമേൽ വിലാസത്തെ തിരികെ കയറ്റാനുള്ള ഉമ്മത്തിന്റെ മുമ്പിൽ പച്ച ശിർക്കിനെ പറയാനുള്ള ശ്രമങ്ങളുണ്ടല്ലോ. والنهار والشمس والقمر لا تسجدوا للشمس ولا للقمر واسجدوا لله الذي خلقهن إن كنتم إياه تعبدون ومن آياته الليل والنهار രാത്രിയും പകലും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. വശംസു വൽ ഖമറു സൂര്യനും ചന്ദ്രനും അതെല്ലാം അല്ലാഹു ഉണ്ട് എന്നതിന്റെ അടയാളമാ. ഈ ലോകത്തിന് ഒരേ ഒരു പടച്ചവനേ ഉള്ളൂ എന്നതിന്റെ വ്യാജ മേൽവിലാസമാണ് ആർക്കുള്ളത്? പടച്ചോൻ പാട്ട് പാടിയവർക്കും അതിനെ ന്യായീകരിച്ച കുരുവട്ടൂരികൾക്കുമുള്ളതെന്ന് പറയുന്നത് കബീർ ബാക്കവിയാണ്. ഇനി കൂടുതൽ ശ്രദ്ധിച്ചു കേട്ടോളി. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ബന്ധപ്പെടാൻ പറഞ്ഞത് ഇന്നി അനാഖ്ശാകും ലില്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഏറ്റവും ഭയപ്പെട്ട് ജീവിക്കുന്നവനാ. അല്ലാഹുവിനെ ഏറ്റവും ഭയപ്പെട്ട് ജീവിക്കുന്നവനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളായി മാറുകയാണ് പടപ്പിനെ പടച്ചോനാക്കുക. അതെവിടത്തെ പടപ്പെങ്ങനെയാ പടച്ചോനാവുക? ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും എഴുന്നേൽക്കുകയും നടക്കുകയും ചെയ്യുന്ന ഒരാളെങ്ങനെ പടച്ചോനാവും? അവൻ ഉറക്കമില്ല, തൂങ്ങിയുറക്കമില്ല. അതുകൊണ്ട് സഹോദരങ്ങള്, ചെയ്യുന്നതുകൾക്കെതിരെ ജിഹാദ് മുടക്കാൻ നമുക്ക് കഴിയണം. സമൂഹത്തിന്റെ ഉള്ളിലെ പുഴുക്കുത്തുകൾക്കെതിരെ ഇത് ഹബീബിന്റെ വഴിയല്ല എന്ന് പറയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ആമീൻ പറയ്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. നിർണായകമായ ഘട്ടത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ആരും പോല ഇത് കേട്ടിട്ടേ പോവാം. നിങ്ങൾ എന്നെ കുറിച്ച് നോക്കണത് ഇപ്പൊ നമ്മളല്ലാതെ വേറെ ആരാ പറയാ? നിങ്ങളിപ്പോ എന്നെ കുറിച്ച് നോക്കണമെന്നില്ല, ഇയാള് വഴി വിട്ടു പോയോ? ഇല്ല മനുഷ്യന്മാരെ, അങ്ങനെ ആരെങ്കിലും ഹബീബായ നബി തങ്ങൾ ഒരിക്കലെങ്കിലും അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവില്ല. ഇത് ശിർക്കല്ലേ? ഇനിയിപ്പോ ഞാനത് ഉദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞാലും ഒരാളെങ്ങനെ പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് വെളിയിലല്ലേ? അവൻ ഹബീബായ നബി തങ്ങളുടെ ഉമ്മത്തിയാണെന്ന് പറയാൻ പറ്റുമോ? ഹബീബിന്റെ അധ്യാപനങ്ങളുമായിട്ട് ഇതിന് ബന്ധമുണ്ട്? ഒരു ബന്ധവും. അവിടെ കുരുവട്ടൂരുകൾ ഉണ്ടെന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ടാണോ കബീർ ബാക്കവി അടുത്ത വാക്ക് പറയുന്നത്? നിങ്ങളൊന്ന് കേട്ടോളി. ചില കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് വിയോജിപ്പുണ്ടാവും. പക്ഷേ വിയോജിപ്പുണ്ട് എന്ന് കരുതി ഞാൻ ഒരു കാര്യവും പറയാതിരിക്കാറില്ല. പേരോട് ഉസ്താദ് വിശ്വസിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പറഞ്ഞ് കബീർ ബാക്കവി ഉസ്താദ് പറയുന്നത് പറഞ്ഞാൽ തന്നെ പുറത്തു പോകുന്ന വല്ലാത്തൊരവസ്ഥയിലാണ് കുരുവട്ടൂരുകള് വന്ന് പെട്ടിട്ടുള്ളത്. കുരുവട്ടൂരുകള് പേരോട് ഉസ്താദിനെ സംബന്ധിച്ച് ചെയ്ത ഒരു ഐഡിയ എടുത്തു. എന്താ ഐഡിയ എന്നല്ലേ? അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരപ്പനങ്ങാടിയിൽ വെച്ച് സംസാരിക്കാൻ ഒരു വിഷയവുമില്ലാത്ത നൗഷാദ് ഉടനെ തന്നെ അനസ് മൗലവിയെയും അതുപോലെ ഹുസൈൻ സലഫിയൊക്കെ വിളിച്ചു എന്നാ തോന്നുന്നത്. വഹാബിയുടെ സംസാരം കേട്ടപ്പോഴാണ് എനിക്ക് ആ സംശയം തോന്നിയത്. കബീർ ബാക്കവി ഉസ്താദും അത് പങ്കുവെക്കുന്നുണ്ട്. പേരോട് ഉസ്താദിനെ കുറിച്ച് വഹാബികളെ കൊണ്ട് പറയിപ്പിച്ച് പേരോട് ഉസ്താദ് നമ്മളാളാണ്, പേരോട് ഉസ്താദിന് സീറ്റ് ഇവിടെ ഒഴിവുണ്ട്, അവിടെ കയറി ഇരിക്കാൻ വേണ്ടി ഹുസൈൻ സലഫിനെ കൊണ്ട് പറയിപ്പിച്ചു. ആ ക്ലിപ്പ് എടുത്ത് നൗഷാദ് പ്രദർശിപ്പിച്ചു. കണ്ടോ ഹുസൈൻ സലഫി പറയുന്നത്? അതുകൊണ്ട് പേരോട് ഉസ്താദ് വഹാബി തന്നെ എന്ന് നൗഷാദ് അവിടെ വെച്ച് പ്രഖ്യാപിച്ചു. ഈ തന്ത്രം കബീർ ബാക്കവി ഉസ്താദിന്റെ പേരിലും പ്രയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കബീർ ബാക്കവി തന്നെ അത് പറയും. നമുക്കൊന്ന് കേട്ടുവെക്കാം. മടവൂരാരാ പടച്ചോനാണോ എന്ന് ചോദിച്ച അതിനെതിരെ ഞാൻ ഈ റബീഉൽ അവ്വൽ പ്രസംഗിച്ചു. ഇപ്പൊ നടക്കണല്ലോ പ്രസംഗിക്കണോ? അപ്പൊ ചില ആളുകൾ അതിന്റെ ക്ലിപ്പ് എടുത്തിട്ട് വൈറലാക്കി കബീർ ബാക്കവി സമസ്ത വിട്ട് എന്താ ഞങ്ങളിലേക്ക് ഇത് സമസ്തയുടെ നയം, ഇത് അഖിലുസുന്നത്തിന്റെ നയമാണ്. പടപ്പിനെ പടപ്പിനാക്കാന്നുള്ളത് പറയേണ്ടത്.
പേരോട് ഉസ്താദിനെ വഹാബികൾ അതാ പുകഴ്ത്തി പറയുന്നു എന്നായിരുന്നു നൗഷാദ് 5-6 തവണ പൊയ്വടി വെട്ടിച്ചത്. ഇനി കബീർ ബാക്കവി ഉസ്താദിനെ കുറിച്ചും ആ പൊയ്വടി വെട്ടിക്കാൻ നൗഷാദ് തയ്യാറാകുമോ? അതിനു വേണ്ടിയാണോ വഹാബികളോട് അച്ചാരം വാങ്ങി വഹാബികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നൗഷാദ് വഹാബികളെ കൊണ്ട് കബീർ ബാക്കവി നമ്മളാളാണെന്ന് പറയിപ്പിച്ചതാണോ എന്നൊരു സംശയം ഇല്ലാതില്ല. ഏതായാലും നമ്മുടെ മൂത്ര ശൈഖിന്റെ ഭരണിപ്പാട്ട് ഒന്നുകൂടി പരപ്പനങ്ങാടി വെച്ച് കേൾക്കുമെന്ന് ആഗ്രഹിച്ച കുരുവട്ടൂരുകള് എലിപ്പെട്ടി കുടുങ്ങിയ എലിയെ പോലെയായി 2 സമസ്തയും തള്ളി, സംസ്ഥാനക്കാരും തള്ളി, ദക്ഷിണ കേരളയും തള്ളി, എല്ലാരും തള്ളി. വഹാബികളും കുരുവട്ടൂരുകളും മാത്രമേ ഇപ്പോഴുള്ളൂ. കുരുവട്ടൂരുകൾക്കെതിരെയുള്ള വോയിസിന് കമന്റ് ഇടുന്നത് വഹാബികളായ കുഞ്ഞാടുകളാണെന്ന് ഓർക്കുമ്പോ അതിശയം തോന്നാതില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.